അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കാണ്. ഫുഡെല്ലാം ഇതിന്റെ പേരെന്താണ് ഇതാണ് എനിക്ക് ഇന്നലെ അത് ആട് ജീവിതം സിനിമ കാണാന്നൊക്കെ വെച്ച് നിന്നപ്പോഴത്തേക്കും മച്ചാമാരെ അതൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ആട് ജീവിതം സിനിമ റിലീസ് ഇല്ല കേട്ടോ. ഇത് നോമ്പ് സമയത്ത് ഇതില് പഞ്ചസാര പോലത്തെ പഞ്ചസാര കലക്കിയിട്ട് ആ വെള്ളം ഇതിന്റെ പുറത്തൂടെ ഭയങ്കര മധുരമാണ്. സമയം അടുത്തടുത്ത് വരും തോറും ഇനി തിരക്കുകൾ കൂടും. ബോയ് എന്താണിത്, വണ്ടി വരുന്ന കണ്ടാലും യൂട്ടേൺ അടിച്ചോണ്ട് പോവാൻ. സമൂസ വേണ്ട, സുഖം അങ്ങനെ പോണ സമൂസ വേണ്ട. അപ്പോൾ ഇത് കണ്ടോ, ആ കാണുന്ന അപ്പുറത്ത് കാണുന്ന എക്സിറ്റ് 36 കേട്ടോ, ഇത് 35. ആ താഴെ കാണുന്ന എല്ലാം ഡെലിവറി ജോലികളെല്ലാം ഇനി മുതൽ സൗദികളായിരിക്കും ചെയ്യേണ്ടത്. അത് പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിലും ഈ വർഷത്തോടു കൂടി അത് നടപ്പാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ. ടാങ്കൽ ലോറികൾ വെള്ളല് ശല്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. എന്തായാലും നീളോടെ എന്റെ ലെവൻ പാടുന്നു, നീ പാടുപെടും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ട് ഒരു ഹൗസ് ട്രയൽ റൂമിൽ നമ്മളുടെ ഇക്കയുടെ റൂമിൽ ഇഫ്താറിന് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുതലാളി അമ്മയ്ക്ക് അവരെ കൂട്ടുകാരുടെ വീട്ടിൽ ഇഫ്താറിന് പോകുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു നീ വേണമെങ്കിൽ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി നോമ്പ് തുറന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കുറേ നാളുകൊണ്ട് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഇക്കയാണ്. അപ്പോൾ ഇക്കയുടെ റൂമിലേക്ക് പോയിട്ട് ഇന്ന് അവിടെ നോമ്പ് തുറക്കാന്നുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പ് തുറ അവിടെ ആവട്ടെ, നമുക്ക് നോക്കാം ഇന്നത്തെ ഈവനിങ് റൊട്ടീൻ എങ്ങനെ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ കണ്ടിരിക്കും. നമുക്ക് ആദ്യം ഇപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ പേര് മറന്നുവല്ലോ, മുംതാസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ ഈ മുട്ട പപ്സ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും പോയി നോക്കാം. ഇവിടെ അടുത്ത റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ മുട്ട പപ്സ് ഇല്ല. നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് നമുക്ക് നേരെ ഇവിടെ വരണം. വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മുടെ മുതലാളി അമ്മ അവരെ കൂട്ടുകാരെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം നമുക്ക് നേരെ ഇഫ്താറിന് പോവാം. അപ്പൊ കണ്ടിരിക്കുക. ഓക്കെ, കമോൺ. അപ്പോഴും വെച്ചാൽ നമ്മളെ മദ്രസയൊക്കെ അടച്ചിട്ട് നമ്മൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് നല്ല ചില്ലായിട്ട് നിൽക്കുന്ന നോക്കിയാണ്. അടിപൊളി നല്ല കിഡിലോസ്കി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കിഡിലോസ്കി ക്ലൈമറ്റ്. നമ്മളെല്ലാം വരച്ചിട്ടാണ് കൊണ്ടോട്ടോ. അപ്പോൾ നമ്മൾ എന്തോ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ അടച്ചിട്ട് സ്കൂൾ ഇന്നാണ് അടച്ചത്. സ്കൂൾ അടച്ചിട്ടുള്ള ദിവസങ്ങൾ ഇനി എങ്ങനെയാണെന്നുള്ള അറിയാൻ വയ്യട്ടോ. അപ്പൊ ഇനിയിപ്പോ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പൊതുവെ ഓട്ടങ്ങൾ കൂടുതലായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഓരോരോ സൂക്കുകളിലോട്ടൊക്കെ പോയി പർച്ചേസിങ് അത് ഇത് അങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ ഓരോ ദിവസം. അതിനിടയ്ക്ക് വെച്ച് നമ്മളെ വണ്ടിയുടെ ടയർ 4 മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ 4 ടയറും മാറി പുതിയ ടയറൊക്കെ മേടിച്ചിട്ടു. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഇന്റർനെറ്റ് കണക്ഷൻ ഇപ്പോഴും പഴയ കണക്ക് റെഡിയായി വന്നിട്ടില്ല. അതൊക്കെ ഇനി റെഡിയാക്കി വരണം. ഇനി ഈ ഒരു വീഡിയോ ആയിരിക്കും ആദ്യം മുന്നേ വരുന്നത്. അതിന് ശേഷം ആ ഒരു വീഡിയോ വരും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ അതേ കണക്ക് തന്നെ നമ്മള് ആട് ജീവിതം സിനിമ കാണാന്നൊക്കെ വെച്ച് നിന്നപ്പോഴത്തേക്കും മച്ചാമാരെ അതൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ആട് ജീവിതം സിനിമ റിലീസ് ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നു. ഇന്നൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പൊക്കെ എല്ലാവർക്കും ഉഷാറല്ലേ? നോമ്പായിട്ട് റമദാന് പെരുന്നാളിന് എന്താണ് പരിപാടി? എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തോ? ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോ? ഡ്രസ്സൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും എന്തുണ്ടെങ്കിലും കമന്റ് രേഖപ്പെടുത്തും കേട്ടോ. എന്നാലും റോഡ് ഇങ്ങനെ തിരക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഈ സമയത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സമയം വന്നിട്ട് ഇപ്പൊ 5:11 കേട്ടോ ആയുള്ളൂ. ഇനി ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം സമയം അടുത്തടുത്ത് വരും തോറും ഇനി തിരക്കുകൾ കൂടും. ബോയ് എന്താണിത്, വണ്ടി വരുന്ന കണ്ടാലും യൂട്ടേൺ അടിച്ചോണ്ട് പോവാൻ. കണ്ണിൽ തന്നെ വെയിലടിക്കുന്നു കേട്ടോ. ഇപ്പൊ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് 7 കിലോമീറ്റർ ആണ്. അതിൽ നമ്മളിപ്പോ തന്നെ ഓൾറെഡി 4 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട് നേരെ മുംതാസ് റെസ്റ്റോറന്റ്. നമുക്കുള്ളൊരു ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ ലൊക്കേഷൻ നമ്മുടെ ഇക്കയുടെ റൂം ഏകദേശം അടുത്തടുത്താണ് കേട്ടോ. അതായത് അതേ സെയിം റൂട്ടിൽ തന്നെയാണ്. അത് ഒരു എക്സിറ്റ് 35 തന്നെയാണ് നമ്മളെ മുതലാളി അമ്മയെ ആക്കേണ്ടത്. അതേ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ ലത്തീഫിക്കയുടെ റൂമും കേട്ടോ. അപ്പൊ ലത്തീഫിക്കയുടെ റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ആദ്യം കൊണ്ട് നമ്മുടെ മുതലാളി അമ്മ ആക്കിയതിന് ശേഷം നമുക്ക് ഇക്കയെ
റൂമിലോട്ട് പോകാം. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ, അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഒരു വിധം നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് മൊബൈൽ എടുത്ത് ലൊക്കേഷൻ ഇടണം കേട്ടോ. ഒരു മൊബൈലിലെല്ലാം കൂടെ ചെയ്ത് നടക്കുന്ന കേസല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് എസ്കേപ്പ് ആവണമെങ്കിൽ കടയിൽ എങ്ങനെയാണ് തിരക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. 5:14 നമ്മൾ മുതലാളി അമ്മയ്ക്ക് പോകേണ്ട 5:35 ഇറങ്ങാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് വണ്ടി എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകം പെർമിഷൻ ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. കൂട്ടുകാരൻ്റെ റൂമിലോട്ട് പൊയ്ക്കൊള്ളാനായിട്ട് പെർമിഷൻ, അല്ലെങ്കിൽ നീ റെസ്റ്റോറൻറ്റിലോ പള്ളിയിലോ പോയിട്ട് ഫുഡ് കഴിച്ചോളാം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചെറിയ സമയത്ത് പെട്ടെന്ന് ടക്കനെ തന്നെ നമുക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ട്രാഫിക് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സിഗ്നലാണ്. ക്യാമറ സിഗ്നൽ എന്ന് വെച്ചാൽ 3500 റിയാൽ ലൊക്കം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ അടിയാണ് ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-2 പേർക്ക് ഈ ക്യാമറയിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്കനെ തന്നെ മഞ്ഞയിൽ നിന്നും റെഡ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അടി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാമറ സ്ഥലത്ത് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം പോകാൻ. ഇപ്പോൾ തന്നെ ഗ്രീൻ കത്തിക്കഴിഞ്ഞു. ഇതിന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും യെല്ലോ ആവുമെങ്കിൽ വണ്ടി ആ സ്പോട്ടിൽ ഞാൻ ചവിട്ടും മക്കളെ. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്ന കാര്യം ചിന്തിക്കുകയുണ്ടെങ്കിൽ ബേക്കിൽ കിടന്ന് ആര് ഹോൺ അടിച്ചാലും നാമ പോകാൻ മാട്ടോം. പോടാ അന്നനെ ഫൈൻ തരല്ലേ. യെസ്, യെല്ലോ ആയതും കയറി കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മാസത്തെ ശമ്പളമാണ് മക്കളെ പോകുന്നത്. നമുക്കിതാ ഇടത് സൈഡിലാണ്, വലത് സൈഡിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. യെസ്, അപ്പം മുൻദാസ് റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിൽ തന്നെ വണ്ടി കൊണ്ടിടാം. അയ്യോ, മുമ്പിലൊരു വണ്ടി കിടക്കുന്നുണ്ട്. റിവേഴ്സ് എടുത്താൽ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി, ഇവിടെ ഇടാം. ഫലാഫൽ റോസ്. മുട്ട ബജ്ജിയല്ല, മുട്ട പപ്സ്. ഇത് പോണ്ട, ഇത് മുട്ട പപ്സ്. എല്ലാത്തിനും കൂടെ ഒരു 15 റിയാൽ. സമൂസ വേണ്ട, സുഖം അങ്ങനെ പോണക്ക. സമൂസ വേണ്ട, ബാക്കി മുട്ടൻ്റെ ബീഫ്, ചിക്കൻ, വെജിറ്റബിൾ, അല്ല സമൂസ വേണ്ട, ഇതിൽ നിന്ന് ബാക്കിയില്ല. ഇതൊന്നും മാത്രം. അപ്പോൾ നമ്മൾ സമൂസ ഒഴിച്ച് ബാക്കി എല്ലാത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. സമൂസ നമ്മൾ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ അവിടെ കാണും സമൂസ. അപ്പോഴും നമുക്ക് എന്തായാലും നേരെ എങ്ങോട്ട് പോകാം, ഡിക്കിയിൽ വയ്ക്കാം. അകത്ത് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലാവും. അപ്പോഴും വെച്ചാൽ നമുക്ക് മുട്ട പപ്സ് പറയുന്ന സാധനം കിട്ടിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ല, ഈ വർഷം ഉണ്ടാക്കിയില്ല. അവിടുത്തെ പഴയ പണ്ടാരി, അതായത് പാചകക്കാരൻ നാട്ടിൽ പോയി, ഇപ്പോൾ പുതിയ ആളുകളാണ്. അതുകൊണ്ട് മുട്ട പപ്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. ശരിയെന്ന് നിന്നിട്ട് നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കൂടെ ഒരു 10-15 റിയാലിന് അങ്ങ് മേടിച്ചു കേട്ടോ. അപ്പം ലത്തീഫിക്ക പ്രത്യേകം പറഞ്ഞ് നീ ഒരു സാധനം മേടിച്ചോണ്ട് വരല്, എല്ലാം ഇവിടെ ഉണ്ടെന്നാണ്. എന്നാലും നമ്മൾ വന്നതിൻ്റെ പേരിൽ സാധനം മേടിച്ചു, അതൊന്നും പ്രശ്നമില്ല. അപ്പം ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മുതലാളി അമ്മയെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് നേരെ അവിടുത്തെ റൂമിലോട്ട് പോകുന്ന വഴിക്ക് കാണാം. സമയം വന്നിട്ട് 5:20 കഴിഞ്ഞു കേട്ടോ. കുറച്ച് സ്പീഡ് കൂട്ടേണ്ടിയിരിക്കുന്നു. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്ക് കൂടുമ്പോൾ തന്നെ നമ്മൾ ഈ എക്സിറ്റ് ഇറങ്ങണം, അതാണ് അടുത്ത ലക്ഷ്യം. ടാങ്കർ ലോറികൾ വെള്ളല് ശല്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. എന്തായാലും നീളോടെ എൻ്റെ ടാങ്കർ ലോറിയൊക്കെ ആണെങ്കിൽ ഇത്രയും നീളമെങ്കിലും മാക്സിമം വേണം, എന്നാലേ ഒരു ടാങ്കർ ലോറി എന്ന് തോന്നുന്നു. ടാങ്കർ ലോറി അല്ലെന്ന് പറയും, ഇത് ടാങ്കർ ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് എന്നോടൊന്നും ചോദിക്കല്ലേ എന്നാ ചവിട്ടെണ്ണ. അയ്യോ യെസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്കർ സ്റ്റേഷൻ ജായ്സ് ഒക്കെ ഓടുന്ന ഈ ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് ഭയങ്കര ശല്യമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ഒന്ന് വെട്ടിച്ചുകൊണ്ട് പോണം. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പോട്ട് ശരി ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്ത് അങ്ങ് ഒഴിവാക്കി വിടാം. ഇത് ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആള് വല്ലതും വടിയായി പോയി കഴിഞ്ഞാണ്ടല്ലേ കാലാകാലങ്ങളോളം ജയിലിൽ കിടക്കണം. പിന്നെ പുറത്ത് ജയിൽ ഇടിഞ്ഞാലും ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഇവിടുത്തെ നിയമം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം അറിയാഞ്ഞിട്ടാണ് ഈ ബൈക്കുകാരന്മാർ വന്നിട്ട് ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെട്ടിച്ച് അടുത്തുകൂടെ വെട്ടിച്ച് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാനാണ്? ചവിട്ടാൻ പറ്റിയ ചവിട്ട് അത്ര തന്നെ, വേറെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അപ്പൊ ഇതുകൊണ്ടാണ് ഇവിടെ ബൈക്ക് ഉടനെ നിരോധിക്കും എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ജോലികളെല്ലാം ഇനി മുതൽ സൗദികളായിരിക്കും ചെയ്യേണ്ടത്.
അത് പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിലും ഈ വർഷത്തോടു കൂടി അത് നടപ്പാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞട്ടോ. അപ്പോൾ പുതിയ നിയമം അങ്ങനെ സൗദികൾ മാത്രമായിട്ട് വരുമ്പോഴും മച്ചാമാരെ ഒരുപാട് പേരെ ജോലികൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ബൈക്ക് റൈഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു ബൈക്ക് പോയാ. കാറൊക്കെ ആണെങ്കിൽ ആളിനൊന്നും പറ്റത്തില്ലെന്നൊക്കെ അധികമായിട്ട്. ഈ ബൈക്കൊക്കെ ആണെങ്കിൽ തട്ടി തെറിച്ച് വീഴുന്ന അടുത്ത വണ്ടിയുടെ ഇടയിലോട്ടായിരിക്കും. ഒരുപാട് ബൈക്കുകളൊക്കെ പിടിക്കുന്നുണ്ട്, ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടികളൊക്കെ വെച്ചിട്ട് ഓടുന്നുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കി കണ്ട് ഹെൽമെറ്റ് എല്ലാം വെച്ച് സെറ്റായിട്ട് നോക്കി ജോലി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കൂടുതലും ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുന്ന നേരത്തെ ഈ വണ്ടികൾ വരുന്ന കാറൊക്കെ വരുന്ന സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് അപ്പുറത്തായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സേഫായിട്ട് നോക്കി വണ്ടി ഓട്ടിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി ഇതാ ഇവിടുത്തെ ഈ ഒരു സിഗ്നലൂടെ കഴിഞ്ഞ് നമ്മളെ റൂമിൻ്റെ അടുത്ത ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത റൂം എത്തും. നമുക്ക് പോയിട്ട് മേഡത്തിനെ കൊണ്ടാക്കിയതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. യെസ്, അപ്പൊ നമ്മൾ മേഡത്തിനെ കൊണ്ട് കൂട്ടുകാരുടെ വീട്ടിലാക്കി കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മള് ഇക്കയുടെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് മഹദിയാണ് കേട്ടോ, എക്സിറ്റ് 35. അപ്പോൾ ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയ ഒരു എക്സിറ്റ് ആണ്. ഏകദേശം ഒരു 6-7 വർഷമായിട്ടുള്ളൂ ഇവിടെ നല്ല രീതിക്ക് ആൾക്ക് താമസം വന്ന് തുടങ്ങിയിട്ടുണ്ടോ. അപ്പൊ വെറുതെ കിടന്ന ഒരു മരുഭൂമി അവർ സെറ്റാക്കി എടുത്തതാണ് ഈ ഒരു പ്രദേശം. അടുത്ത നമ്മുടെ പുതിയ വീട് വരുന്നതും ഈ ഒരു എക്സിറ്റ് തന്നെയാണ്. ഇവിടെ നിന്നും നമുക്കിനി ഒരു 2 കിലോമീറ്റർ കൂടെ പോകണം. അപ്പോഴത്തേക്ക് ഒരു യു ടേൺ വരും. യു ടേൺ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത റൈറ്റ്. ഓക്കെ, നോക്കാം. ആൾ താമസം ഇല്ലാത്ത ഏരിയ കണക്ക് വന്ന് തുടങ്ങി കേട്ടോ. എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. സമയം വന്നിട്ട് 5:40 ആയതേ ഉള്ളൂ. കുറച്ച് പെട്ടെന്ന് എത്തി. ആ ഒരു സിഗ്നൽ ഇത്തിരി ലേറ്റായെങ്കിലും ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. യെസ്, നമുക്ക് പെട്ടെന്നാണ് യു ടേൺ അടിക്കുന്നത്. റോഡ് ഇവിടം വരെ ഉള്ളോ? ഈശ്വരോ, റോഡ് തീർന്നു ഗോയ്സ്. നമുക്ക് പെട്ടെന്ന് ഇനി ഫസ്റ്റ് റൈറ്റ്. അറിയാവുന്ന അത്രയും നമുക്ക് മാപ്പ് ഞാൻ കുറച്ച് മുന്നേ നോക്കി സൂം ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നുണ്ട്. അതിൽ നോക്കിയാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ആദ്യം വരുന്ന റൈറ്റ് എന്തായാലും കയറാൻ തന്നെ തീരുമാനം ചെയ്യാം. അപ്പൊ ഇതായിരിക്കണം ഫസ്റ്റ് റൈറ്റ് വന്നിട്ട്. ഇതാണോ അത് അപ്പുറത്തൂടെയാണോ? ഇതല്ല അപ്പുറത്തൂടെയാണ്. നമുക്കെന്തായാലും ലൊക്കേഷൻ പ്രകാരം നമ്മൾ കയറി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റ്, വീണ്ടും റൈറ്റ്. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആൾതാമസം ഇല്ലാത്ത ഏരിയ ഒന്നും അല്ല കേട്ടോ. നല്ല തിരക്കുണ്ട്. ആ വീടുകളെല്ലാം പുത്തൻ വീടുകളെല്ലാം. ഡ്രൈവർമാരും പുതിയ ആളുകളായിരിക്കണം. അപ്പോൾ നല്ല വീട്, സൂപ്പർ വീടല്ലേ. കഴുകാൻ കുറേ ഉണ്ട് മുറ്റം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഫോൺ എടുത്ത് നോക്കിയേ പറ്റും. വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ലൊക്കേഷൻ നോക്കാം. നമ്മളിപ്പോൾ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ പള്ളിയുടെ മുന്നിലാണ് കേട്ടോ. നമുക്ക് എന്തായാലും ലൊക്കേഷൻ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ഫൈനലി നമ്മൾ റൂമിലെത്തിയിട്ട് ഇരിക്കുന്ന ആളാണ് കേട്ടോ, ലത്തീഫിക്ക. അതാ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അടിപൊളി ഒരു സീനറി ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഈ ഒരു ഭാഗം കിട്ടില്ല സീനാണ്. നമ്മളെ ഒരു കുഴി, ഒരു കൊക്കയെന്നൊക്കെ പറയില്ലേ, ആ സംഭവം. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു തരാൻ സമയം ഇനി ഒരു 10 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇത് കണ്ടോ, ആ കാണുന്ന അപ്പുറത്ത് കാണുന്ന എക്സിറ്റ് 36 കേട്ടോ. ഇത് 35. ആ താഴെ കാണുന്ന എല്ലാം മസ്രകളാണ്. ആ കാണുന്ന പച്ചപ്പില്ലേ, ഈ പച്ചപ്പൊക്കെ വലിയ ഈത്തപ്പന മരങ്ങളാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് തോന്നുന്നതാണ്. എന്തായാലും അടിപൊളി ഒരു വ്യൂ ആണ്. കിട്ടില്ല ക്ലൈമറ്റും ഇങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് താഴെ കൂടെ റോഡുണ്ട്. ഞാൻ മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് അതൊക്കെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യാം. ഈ സംഭവം എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഇനി റോഡ് ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ഇവിടെയും കുറച്ച് സാധനം ഇരിപ്പുണ്ട്. എന്തായാലും നല്ല കിട്ടില്ല ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ ക്ലൈമറ്റ്, അടിപൊളി. യെസ്, അപ്പോൾ നമുക്ക് നോമ്പ് വാങ്ങ് കൊടുക്കാനായിട്ട് സമയമായി വരുന്നു കേട്ടോ. നേരെ അങ്ങോട്ട് ചെല്ലാം. എന്താണ് ഹബക്ക് ഇതാ അടിപൊളി മണോ. ചായ ഇതെല്ലാം നിങ്ങൾ വന്നിട്ട് വെച്ചാണോ? ഇത് ഞാനാ, നമ്മളെ പുതിയ നില ചായ ഇതെല്ലാം ഞാൻ വന്നിട്ട് വെച്ചാണ്. തുളസിയല്ല നാല് നടക്കുന്നു. യെസ്, അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഫുഡെല്ലാം. ഇതിന്റെ പേരെന്താണ്? ഇതാണ് എനിക്ക് ഇന്നലെ അത് ലക്കിമ എന്ന് പറയും. ലക്കിമ
അറബിയിൽ പറയുന്ന ലക്കിമ. കുനാഫ അല്ല. അല്ല, ലക്കിമ. കുനാഫ വേറെ. ആ ഇത് നോമ്പ് സമയത്ത് ഇതില് പഞ്ചസാര വെച്ച് പഞ്ചസാര പോലത്തൊരു പഞ്ചസാര കലക്കിയിട്ട് ആ വെള്ളം ഇതിന്റെ പുറത്തൂടെ ഭയങ്കര മധുരമാണ്. ഭയങ്കര മധുരമായിട്ട്. ഇന്നലത്തെ നോമ്പുറയ്ക്ക് അത് മാത്രമേ ഉള്ളൂ. നമ്മളെ നാട്ടിലെ ചെറിയ കേക്ക് പോലെയാണ്, പക്ഷെ അത് കേക്കല്ല, അത് കുറെ കൂടെ സോഫ്റ്റ് ആണ്. ഈ പഞ്ചസാരയുള്ള കൂടെ വീട്ടുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ ഈ റൂം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ കിടക്കുന്ന കൊട്ടാരത്തിലാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു റൂമാണ് കേട്ടോ. അപ്പോഴും നമുക്ക് എന്തായാലും എന്താ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നോമ്പ് മടക്കാം. ഇതിലൊരു മുക്ക് നല്ല റേ അങ്ങോട്ട് കഴിച്ചു നോക്ക്. വെറൈറ്റിയാണ്. നമ്മൾ ഈ ഇത് കഴിക്കാവില്ലേ, ഈത്തപ്പഴം കഴിക്കുമ്പോൾ അപ്പോൾ കുത്തു വരില്ല. ഇതിലുണ്ടോ? അതാണ്. അപ്പോഴോക്കെ ശരി എന്നാ കാണാം. വരാം. ഓഹോ ശരി എന്നാ. അപ്പോഴും അച്ഛന്മാരെ ഇക്ക നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്കും പോയി. ഞാൻ നമ്മളെ മുതലാളി അമ്മയെ പിക്ക് ചെയ്യാനായിട്ട് ലൊക്കേഷനിലോട്ടും പോകണം കേട്ടോ. അപ്പോൾ സമയം വന്നിട്ട് 6:33 കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേ കണക്ക് തന്നെ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. പോരായ്മക്കുറവെല്ലാം നമുക്ക് പരിഹരിക്കാം. മെയിനായിട്ട് നമുക്ക് ക്യാമറയാണ് പ്രശ്നം. രാത്രി സമയങ്ങളിൽ നമുക്ക് വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര പോച്ചിലാണ്, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.